ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. എനിക്കിവിടെ സുഖം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്, നിങ്ങളുടെ ഫേസിൽ ഒരുപാട് പിമ്പിൾസ് ഉണ്ട്, അല്ലെങ്കിൽ പിമ്പിൾസിൻ്റെ മാർക്സുകളൊക്കെ ഒരുപാടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടും അത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മുടെ ഈ ഒരു റെമഡി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എസ്പെഷ്യലി നിങ്ങൾക്ക് നാച്ചുറലായിട്ടുള്ള റെമഡീസ് കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ DIYs ഒക്കെ ചെയ്ത് നോക്കാനായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ പിമ്പിൾസിന് വേണ്ടിയും ഈ ആക്നെ മാർക്സിന് വേണ്ടിയും ഒരു നമ്മുടെ വേപ്പിലയും കൊണ്ട് എങ്ങനെ ഒരു നാച്ചുറലായിട്ടുള്ള ക്രീം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഒരു 2-3 സ്റ്റെപ്പിൽ വേഗം തന്നെ നമുക്ക് ഈ ഒരു ക്രീം പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. മാത്രമല്ല വിത്തിൻ വീക്സുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടും തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. അതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനലോട്ട് പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്, ലൈക്ക് ചെയ്തേക്ക്, പിന്നെ കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി വരും, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്താലേ ഞാൻ ഫ്യൂച്ചറിൽ വരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. സോ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു പിമ്പിൾസിന് വേണ്ടിയും അതിൻ്റെ പാടുകൾ മാറാനായിട്ടുള്ള ഈ ഒരു നാച്ചുറൽ ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് വേപ്പിൻ്റെ ഇലയാണ്. അപ്പോൾ ഈ പ്ലേറ്റിൽ ഏകദേശം ഇത്ര എമൗണ്ട് വേപ്പിൻ്റെ ഇലയാണ്. ഞാൻ വളരെ ഒരു ചെറിയ എമൗണ്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഏകദേശം ഞാൻ ഇത്ര ഇലകളാണ് എടുത്തേക്കുന്നത്. അപ്പോൾ വേപ്പിനെ കുറിച്ച് പറയുവാണെങ്കിൽ നല്ല മെഡിസിനൽ പ്രോപ്പർട്ടീസ് അടങ്ങിയേക്കുന്ന ഒരു ഇലയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിൻ്റെ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും നമ്മുടെ പിമ്പിൾസ് വന്ന് ആക്നെ മാർക്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ റെമഡി തന്നെ പറയാം. പണ്ട് തൊട്ടേ നമ്മുടെ കാരണവന്മാരൊക്കെ ഓരോ മരുന്നുകളുടെ അകത്തൊക്കെ ഈ ഒരു വേപ്പിൻ്റെ ഇല ഉപയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ഈ ഒരു ഫേസിൽ നമ്മുടെ സ്കിന്നെ നല്ല മോയ്സ്ചറൈസ് ചെയ്ത് നന്നായി സോഫ്റ്റായിട്ട് വെക്കാനും ഈ ഒരു വേപ്പിൻ്റെ ഇല നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഞാൻ ഏകദേശം ഇത്ര എടുത്തിട്ടുണ്ട്. ഇനിയും ഇതിന് തണ്ടുകൾ മാറ്റി ഇലകളായിട്ട് എടുത്തിട്ട് നമുക്ക് നമ്മുടെ മിക്സിയിൽ വളരെ ശകലം വെള്ളം ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം ഞാൻ നമ്മുടെ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ കാണാം, അതിനകത്ത് അധികം വെള്ളത്തിൻ്റെ എമൗണ്ട് ഇല്ല. ഇനിയും നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പം പിഴിഞ്ഞെടുത്തിട്ട് ഞാനിതൊരു വേറെ പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാവുന്നില്ല. നല്ല വെള്ളം, അത്യാവശ്യം അത് പിഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ക്രീമിൻ്റെ ഫോമുലയിലല്ലല്ലോ. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യണം. അപ്പം ഞാനിതൊരു വേറെ പാത്രത്തിൽ തന്നെ ഇത് മാറ്റിയതിന് ശേഷം, അതായത് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിനകത്തോട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം അതിൻ്റെ വെള്ളം വറ്റുന്നിടം വരെ നമുക്ക് ആ ഒരു പാത്രത്തിൻ്റെ മുകളിലായിട്ട് വെച്ച് ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് അതിൻ്റെ വെള്ളം പൂർണ്ണമായിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം. ഏകദേശം ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിനകത്ത് ശകലം പോലും വെള്ളത്തിൻ്റെ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലേ. അതിൻ്റെ പ്യുവർ നീമിൻ്റെ ആ ഒരു എക്സ്ട്രാക്റ്റ് മാത്രമാണ് ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. അതിനകത്ത് ആ വെള്ളത്തിൻ്റെ ഫോമുല എല്ലാം പൂർണ്ണമായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് ഞാനിനിയും ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം. എന്നിട്ട് നമുക്ക് ഏകദേശം അലോവേറ ജെല്ല് വാങ്ങാൻ കിട്ടുന്നതാണെങ്കിൽ വാങ്ങാൻ കിട്ടുന്നത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ല നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല. ഏകദേശം 1 സ്പൂണിൻ്റെ പകുതിയോളം ഞാൻ എടുത്തിട്ട് ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലേ. അപ്പോൾ മിക്സ് ചെയ്തിട്ട് എനിക്ക് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഫോമിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു ചെറിയ പാത്രത്തിൽ കണ്ടെയ്നറിനകത്തോട്ട് ഇത് മാറ്റുന്നുണ്ട്. അപ്പോൾ മാറ്റിയിട്ട് ഞാൻ ഏകദേശം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3 മണിക്കൂറിന് ശേഷം എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലെ പരുവത്തിലാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ വളരെ ഈസിയാണ്. വെറും 3 സ്റ്റെപ്പിൽ നമ്മുടെ ഒരു പിമ്പിൾസിന് വേണ്ടിയുള്ളൊരു സൂപ്പർ ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് എടുത്തതെന്ന്. അപ്പം ഞാൻ എൻ്റെ കയ്യിലോട്ട് ഇച്ചിരി ഒന്ന് നിങ്ങളെ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തന്നാണ്. അപ്പോൾ കണ്ടില്ല. അപ്പം ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സ്കിന്നിലോട്ട് ഒരു 2-3 അവേഴ്സെങ്കിലും ഇതൊന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് വിടണം. അപ്പം നിങ്ങൾക്ക് രാത്രിയിലാണ് സൗകര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രിയിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴാണെങ്കിൽ അപ്ലൈ ചെയ്യുക. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്കിന്നിലോട്ട് ഇതൊരു 2-3 അവേഴ്സെങ്കിലും നന്നായിട്ട് അബ്സോർബ് ചെയ്ത് കിട്ടണം. അത്രയും നേരം നിങ്ങളൊന്ന് വെക്കണം. അത് മാത്രമാണ് നിങ്ങളൊന്ന് ചെയ്യേണ്ടത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം എത്ര വേഗം എന്നാണ് എൻ്റെ സ്കിന്നിലോട്ട് ഈ ഒരു ക്രീം വന്നിട്ട്
അബ്സോർബ് ആകുന്നതെന്ന് ഒരു 5 മിനിറ്റ്സ് വിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് സ്കിന്നിന് ഉള്ളിലോട്ട് പോകും. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഫോമൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫേസിൽ ഒരുപാട് പിമ്പിൾസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, പിന്നെ ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.